പക്ഷെ അന്ന് ഈ ഒരു സിനിമ സംഭവിക്കാതിരുന്നപ്പോൾ തന്നെ ഈ സിനിമാ ലോകം അന്ധവിശ്വാസത്തിൻ്റെ ഒരു ലോകമാണെന്ന് പറയുന്നതുകൊണ്ട് തന്നെ വിദ്യാബാലന് ഒരു അൺലക്കിയാണ് വിദ്യാബാലൻ എന്നുള്ള ഒരു ടോക്ക് വന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഈ ചക്രം ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം 10ഓളം സിനിമകളിലേക്ക് സൈൻ ചെയ്തിരുന്നായിരുന്നു. ചക്രത്തിലോട്ട് വന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു നായിക എന്ന് പറഞ്ഞിട്ട് അതെല്ലാം മാറിപ്പോയി. പിന്നെ ഇവർ മലയാളത്തിൽ തന്നെ കളരി വിക്രം എന്ന് പറഞ്ഞ മുകേഷിൻ്റെ നായികയായിട്ട്, അത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് അന്നത്തെ ചില സ്റ്റിൽസൊക്കെ കാണാം. അതും ഇതുപോലെ തന്നെ ഷൂട്ട് തുടങ്ങി നിന്നതാണോ അതോ ഷൂട്ട് തീർത്തതാണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ടില്ല. എന്തായാലും ആ സിനിമയും റിലീസായില്ല, ആ സിനിമയും പൂർണ്ണമായില്ലെന്ന് തോന്നുന്നു, എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊന്നും നടന്നില്ല എന്ന് തോന്നുന്നു. ആ സിനിമയും ഡ്രോപ്പായി. അങ്ങനെ മലയാളത്തിൽ ഈ പറഞ്ഞ 2 സിനിമകളും ഇവർക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ സംഭവിച്ചു. ഇത് കഴിഞ്ഞ് തമിഴിലെ ഒരുപാട് ഹിറ്റായ സിനിമകൾ ഇതേപോലെ തന്നെ ഇവരെ പ്ലാൻ ചെയ്ത് ഇവർ അഭിനയിക്കേണ്ടിരുന്ന കുറേ സിനിമകളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു മാധവൻ്റെ റൺ എന്ന് പറയുന്ന ഒരു സിനിമ. അതിൽ ഏകദേശം ഇവരെ ഫോട്ടോഷൂട്ട് വരെ നടത്തിയിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് എന്തോ കാരണങ്ങൾ കൊണ്ട് വിദ്യാബാലനെ മാറ്റിയിട്ടാണ് അതിലോട്ട് മീര ജാസ്മിൻ വന്നത്. പിന്നെ ബാല എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമ, അതിലും ഇതുപോലെ തന്നെ ഇവരെ കാസ്റ്റ് ചെയ്തതാണ്. പിന്നീട് അത് മാറിയിട്ട് അതിലോട്ട് മീര ജാസ്മിനാണ്. ശ്യാം എന്ന് പറഞ്ഞ നടനായിരുന്നു അതിലെ നായകൻ. പിന്നെ മനസ്സെല്ലാം എന്ന് പറയുന്ന ഒരു സിനിമ, അത് ശ്രീകാന്ത്, ഏപ്രിൽ മാദത്തിലും റോജാക്കൂട്ടമൊക്കെ ചെയ്ത ശ്രീകാന്ത് അന്നിങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോളുകളൊക്കെ ചെയ്യുന്ന ഒരു നടനായി കയറി വരുന്നൊരു സമയമാണ്. അതിലും ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിൽ അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നു കുറച്ച് ദിവസം. അതിലും അവസാനം വിദ്യാബാലനെ മാറ്റിയിട്ട് ആ റോള് ചെയ്തത് തൃഷയാണ്. ഇങ്ങനെ ഒരു പിടി സിനിമകളിൽ ഇവരെ അഭിനയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഇവരെ അഭിനയിക്കാമെന്ന് ഏറ്റിട്ട് ഇവരെ മാറ്റേണ്ട ഒരു അവസ്ഥ വന്ന് മുഴുവനും ഇൻഡസ്ട്രി മുഴുവനും അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി മുഴുവനും ഇവർ ശരിയല്ല, അതായത് എന്തോ ഒരു അൺലക്ക് ഫാക്ടർ ഇവർക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവരെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് സംഭവിച്ചത്.